ഇന്ത്യ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. PMAY ഭവന പദ്ധതിയിൽ വരുത്തിയ മാറ്റമറിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പൊതു അവസ്ഥ വ്യക്തമാകും. സ്വന്തമായി ബൈക്കും ഫ്രിഡ്ജുമുള്ളവർക്ക് നേരത്തെ കേന്ദ്ര ഭവന പദ്ധതിയിൽ ഇടമില്ലായിരുന്നു. എന്നാൽ ഇനി അവരെയും കേന്ദ്ര ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തും. PMAY ഭവന പദ്ധതിയിലുണ്ടായിരുന്ന കർശന നിബന്ധനകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതോടാണ് സാധ്യത തെളിയുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം. ശരിക്കും പറഞ്ഞാൽ മോദി അടുത്തറിഞ്ഞ ഉത്തരേന്ത്യയല്ല കേരളമെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക നിലവാരം അടിസ്ഥാനമാക്കിയാണ് PMAY ഭവന പദ്ധതിയിലെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നത്. ഇതിനാൽ കേരളത്തിൽ പദ്ധതിക്കായി സർവേ നടത്തിയപ്പോൾ വീട്ടിൽ ബൈക്കുള്ളവരെയും ഫ്രിഡ്ജുള്ളവരെയും ഒഴിവാക്കേണ്ടി വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യത്തിൽ അർഹരായവർ പദ്ധതിക്ക് പുറത്താകുമായിരുന്നു. ഇതോടെ കേരളത്തിൽ ഈ നിബന്ധനകൾ പരാതിക്കിടയാക്കി. തുടർന്ന് വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപന പ്രകാരം പുതിയ വീടുകൾ അനുവദിക്കുന്നതിനായി ഭവന പദ്ധതിയുടെ കാലാവധി നീട്ടി മാനദണ്ഡങ്ങൾ പുതുക്കിയപ്പോഴാണ് ഇളവുകൾ ഉൾപ്പെടുത്തിയത്. പുതിയ നിബന്ധനകളിൽ ബൈക്കും ഫ്രിഡ്ജും പരാമർശിക്കുന്നില്ല. മാനദണ്ഡങ്ങൾ പുതുക്കിയതോടൊപ്പം ഭവന പദ്ധതിയുടെ കാലാവധി 2029 വരെ നീട്ടി. എന്തുകൊണ്ട് നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ഇത്രമേൽ പിന്നിലായി? നാളിതുവരെയുള്ള ഭരണത്തിന് നേതൃത്വം കൊടുത്തവർ ഉത്തരം പറയണം. വംശവെറിയുടെ രാഷ്ട്രീയം കൊണ്ട് വോട്ട് സ്വന്തമാക്കാം, പക്ഷേ മനുഷ്യരായെങ്കിലും വോട്ടർമാരെ കാണണം.